എടാ ഒരു സർപ്രൈസ് ഉണ്ട്. എന്തുവാ? കണ്ടോടാ. എലിവേറ്റോ? നമ്മുടെയാണത്? ഏ നമ്മുടെയാണോ? എങ്ങനെയുണ്ട്? കിണ്ടിയില്ല. ഏതാ? വീഡിയോടൊക്കെ കൊള്ളാം. മറ്റേ BMW ഹിന്ദിന്റെ കളർ ഇങ്ങനല്ലേ? അതുപോലെ ഉണ്ട്. ഓട്ടോമാറ്റിക് അല്ലേ? ബാക്കിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഫുള്ള് ലഗേജ് ആണല്ലോ. ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് ഉണ്ട്. സൺറൂഫ് അതോ? ഇതുണ്ടായിരുന്നോ? അപ്പൊ നമുക്ക് പോവാം അല്ലേ? നമുക്ക് ഫ്യൂവൽ ഇപ്പോൾ അടിക്കണ്ട എങ്കിൽ നമ്മുടെ പെട്രോൾ പമ്പ് കണ്ടപ്പോൾ ഒരു കാര്യം പറയാൻ തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം എന്താണ്? E20 ഫ്യൂവൽസ്. ഹോണ്ട എപ്പോഴും ടെക്നോളജി ഞങ്ങളുടെ കാര്യങ്ങൾ ഭയങ്കര എന്താണ് അഡ്വാൻസ്ഡ് ആണ്. ജനറേഷൻ ഹോണ്ട സിറ്റി തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു E20 ഫ്യൂവൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ E20 ഫ്യൂവൽ അടിച്ചുകൊണ്ട് ഹോണ്ട വണ്ടികളിൽ യാതൊരു വർഷങ്ങളായിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് വണ്ടി ഇന്നലെ ഇവിടെ എത്തിയത്. എന്നിട്ട് നമ്മൾ രാവിലെ ഓണൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അങ്ങനെ ഇറങ്ങിയതാണ്. ഫസ്റ്റ് ലുക്കിൽ അത്യാവശ്യം നല്ല ബോൾഡാണ് വണ്ടി. അത്യാവശ്യം ബോഡി വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. നല്ല ബാലൻസ്ഡ് വെയിറ്റ് ആണ്. പിന്നെ ഇത് CVT വെർഷൻ ആണ്. CVT വെർഷൻ 7 സ്റ്റെപ്പ് CVT ആണ് ഇതിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ചോയ്സ് തന്നെയാണ് തീർച്ചയായിട്ടും. ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു പ്രൈസിങ് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് വരുന്നില്ല. അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. പിന്നെ ഒരു ഫാമിലി കാർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ നല്ലൊരു വണ്ടിയാണ്. കാരണം ടോപ്പ് ആൻഡ് വേരിയന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കൺവീനിയന്റ് ഫീച്ചേഴ്സ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിയിൽ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റിന്റെ അപ്പിയറൻസ് ആയാലും ഒരു പ്രീമിയം ഫീൽ ആണ്. എല്ലാ വണ്ടിയിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട് അല്ലേ? അഡാസ് പോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പോലും വണ്ടിയിലുണ്ട്. അതിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് സൺറൂഫ് ഒക്കെ ആവശ്യമുണ്ട്, ആ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ബേസിക് ആയിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ ഉൾപ്പെടുത്തി തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഫുള്ളി സ്വിച്ചസ് ആണ്. ഇഷ്ടം പോലെ ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ചസ് ഉണ്ട്. അതുപോലെ നമ്മുടെ അഡാസുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾസ് ഉണ്ട്. ഇൻഫോർടൈൻമെന്റ്, ക്ലസ്റ്റർ, എല്ലാ കൺട്രോൾസും സ്റ്റിയറിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ബെറ്റർ ആയിട്ട് വണ്ടിയിൽ എനിക്ക് തോന്നിയത് ഹാൻഡ്ലിങ്ങിന്റെ കാര്യത്തിലാണ്. ഓടിക്കാനും നല്ല രസമുണ്ട്. ടേൺസ് എടുക്കുമ്പോഴും വലിയ പ്രശ്നങ്ങളോ കാര്യമൊന്നുമില്ല. അതുപോലെ ബ്രേക്ക് ഹാർഡ് ബ്രേക്കിംഗ് ചെയ്യേണ്ടി വരുന്നില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്താൽ തന്നെ വണ്ടി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അത് ഈ വണ്ടിയുടെ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെ തോന്നി. ഒരു സിംഗിൾ എഞ്ചിൻ ഓപ്ഷൻ ആണ് നമുക്ക് വരുന്നത്, 1.5 ലിറ്റർ. അതുപോലെ നമുക്ക് ഗിയർ ഓപ്ഷൻ, ട്രാൻസ്മിഷൻ ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും. മാനുവൽ 6 സ്പീഡും ഓട്ടോമാറ്റിക് വരുമ്പോഴത്തേക്ക് CVT ട്രാൻസ്മിഷൻ ആണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ CVT ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഓടിക്കാൻ രസകരമാണ്. ഇപ്പൊ ചിലർക്ക് ഈ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒക്കെ ചിലർക്ക് ഇഷ്ടമായിരിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലിലേക്ക് പല ഷിഫ്റ്റേഴ്സ് ഉണ്ട്, മാനുവലിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് അന്നേരം ഓടിക്കാം. പിന്നെ ഒരു ഹോണ്ടയിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വാറണ്ടി. 7 വർഷം നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടിയാണ്. 10 വർഷം വരുമ്പോഴത്തേക്ക് കിലോമീറ്റർ ലിമിറ്റ് ഉണ്ട്. എങ്കിൽ പോലും ഇത്രയും വാറണ്ടി തരുന്ന ഒരു ബ്രാൻഡ് വേറെ ഇല്ലെന്ന് തന്നെ പറയണം. പിന്നെ അതുപോലെ തന്നെ E20 ഫ്യൂവൽ ഒരു 4th ജനറേഷൻ ഹോണ്ട സിറ്റി തൊട്ട് തന്നെ നമുക്ക് E20 ഫ്യൂവൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എഞ്ചിനാണ് ഹോണ്ട പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഹോണ്ട ഒരു പടി മുന്നിൽ തന്നെയാണ്. ഒരുപാട് കുറച്ച് നാൾ വണ്ടി ഉപയോഗിക്കണം, നല്ല റിലയബിൾ ആയിട്ടുള്ള വണ്ടി വേണം, ഒരു കുറഞ്ഞ കോസ്റ്റിൽ വണ്ടി കൊണ്ടു നടക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പറ്റിയൊരു വാഹനം തന്നെയാണ്. പിന്നെ ഒരു ജെന്റിൽമാൻ കാർ എന്നുള്ള രീതിയിൽ ഹോണ്ട എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഹോണ്ട സിറ്റിയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എലിവേറ്റും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എഞ്ചിന്റെ കാര്യം വരുമ്പോൾ നമുക്കൊരു 1.5 ലിറ്റർ വരുന്ന പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു പവർ റേഷ്യോ നോക്കുകയാണെങ്കിൽ 121 bhp പവറും 145 Nm ടോർക്കുമാണ് വരുന്നത്. പവർ ഫിഗർ സാറ്റിസ്ഫാക്ടറി ആണ്. ഈ ഒരു വണ്ടിക്ക് വേണ്ടുന്ന തരത്തിലുള്ള പവർ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് 220 mm വരുന്ന നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്കുണ്ട്. പിന്നെ ലെങ്ത്, ഇപ്പൊ വലിയ വണ്ടി വേണമെന്ന് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഈ വണ്ടിയുടെ സെഗ്മെന്റ് അറിയാമല്ലോ, ഒരു 4.3 എബോ മീറ്റർ ലെങ്ത് വണ്ടിക്കുണ്ട്. അപ്പൊ അത് തന്നെ ഒരു സാറ്റിസ്ഫാക്ടറി ലെങ്ത് ആണ്.
അത്യാവശ്യം വണ്ടിക്ക് നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ അകത്തിരുന്ന് നോക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ കാണിച്ച് ബോണറ്റ് നല്ല രീതിയിൽ വിസിബിൾ ആണ്. കാരണം വണ്ടിയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് അറിയാം. അതുപോലെ ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പൊസിഷനിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലേക്ക് വണ്ടിയുടെ സിറ്റിംഗ് പൊസിഷൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ സീറ്റിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല രസകരമായിട്ട് തന്നെ സീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോണ്ട സിറ്റി യൂസേഴ്സിനെ കൃത്യമായിട്ട് അറിയാം എത്രത്തോളം രസകരമായിട്ടാണ് സീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വളരെ മോശം റോഡിൽ കൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റോഡിലൊക്കെ പോകുമ്പോൾ തന്നെ സസ്പെൻഷൻ സൈഡ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ടറി ലെവലിലാണ് നമുക്ക് സസ്പെൻഷൻ റെസ്പോൺസ് കിട്ടുന്നത് കേട്ടോ. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ റോഡ്സിന്, ഇന്ത്യൻ സിറ്റീസിന് വേണ്ടി ചെയ്തൊരു വണ്ടി തന്നെയാണ്. നമ്മൾ ഹോണ്ട എലിവേറ്റ് അങ്ങനെ ഓടിച്ച് കുറച്ച് ദൂരം ഓടിച്ചൊരു സ്ഥലത്തെത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ഥലം കാണിച്ചു കൊടുത്തേ. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. നമ്മുടെ കൊല്ലത്ത് തന്നെയാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം 2 വർഷത്തോളമായി നമ്മുടെ മാർക്കറ്റിലേക്ക് ഈ ഒരു വണ്ടി വന്നിട്ട് അത്യാവശ്യം നല്ലൊരു SUV, ഒരു പ്രാക്ടിക്കൽ SUV, ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ SUV തന്നെയാണ്. ഒരുപാട് ഫീച്ചർ റിച്ച് അല്ല, എങ്കിലും മാന്യമായിട്ടുള്ള എല്ലാ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന എല്ലാ ഫീച്ചറും ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ഒരു വണ്ടി മേക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ലുക്ക് വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബോക്സി സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു പ്യുവർ SUV ഫീൽ എല്ലാ തരത്തിലും നമുക്ക് ഓടിക്കുന്ന സമയത്തായാലും പുറത്തുള്ള ലുക്കിലും നല്ല രീതിയിൽ തരുന്നുണ്ട്. വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ SP എന്ന് പറഞ്ഞാണ് ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ്, V എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയൻറ്റ്, VX, ZX, പിന്നെ ബ്ലാക്ക് എഡിഷൻ, ഇത്രയും വേരിയൻസാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വെർഷനും ഉണ്ട്, മാനുവൽ വെർഷൻ, 2 രീതിയിലും വണ്ടി കിട്ടും എന്നുള്ള അഡ്വാൻറ്റേജ്. അത്യാവശ്യം മൈലേജ് ഉണ്ട് കേട്ടോ. ഒരു 16 മുകളിൽ മൈലേജ് ഓട്ടോമാറ്റിക്കിന് പറയുന്നുണ്ട്. മാനുവൽ വരുമ്പോൾ കുറച്ച് താഴെയാണ്, ശകലം താഴെയാണ് പറയുന്നത്. ഇത്രയാണ് ഒരു മൈലേജിൻ്റെ കാര്യം വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ഈ 2 കവളുകളുള്ള സാധനമുണ്ടല്ലോ, ലെഫ്റ്റിലും റൈറ്റിലും, ഇത് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട്. ഭയങ്കര കൂളായിട്ട് ഓടിച്ചോടുവാൻ പറ്റുന്നുണ്ട്. കാരണം 2 സൈഡ് നമുക്ക് നല്ല വിസിബിലിറ്റി, നല്ല രീതിയിൽ ഈ 2 ഭാഗങ്ങൾ തരുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു എൻഡിങ് ആയിട്ട് നല്ലൊരു തിക്കായിട്ടുള്ള ക്രോം ബീഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഹോണ്ടയുടെ ലോഗോ അതുപോലെ തന്നെ വലുപ്പം കൊടുത്തിട്ടുണ്ട്. ലോവർ ഏരിയ നോക്കിയാണെങ്കിൽ അത്യാവശ്യം നീളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു സ്കിറ്റ് പ്ലേറ്റ് എലമെൻറ്റും കാണാം. ഇനി നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പ് യൂണിറ്റ് കാണാം. ഒരു പ്രൊജക്ടർ ടൈപ്പാണ് ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ഹെഡ് ലാമ്പ് യൂണിറ്റ് രസകരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ലീക്ക് ഡിസൈനാണ്, പക്ഷേ 2 ക്യൂബായിട്ടാണ് ഹെഡ് ലാമ്പ് അതിനകത്ത് ലൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 17 ഇഞ്ച് വീൽ സൈസ് ആണ് വരുന്നത്. 17 ഇഞ്ച് വീൽ സൈസ്, ടയർ പ്രൊഫൈൽ 215/55 ഡിസ്ക് ബ്രേക്ക്, വെന്റിലേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം രസകരമായിട്ട് തന്നെയാണ് അലോയ് വീൽ ക്രമീകരിച്ചിരിക്കുന്നത്. ക്ലാഡിങ്സ് ഏരിയ നമുക്ക് കാണാം. ഫ്രണ്ടിൽ ക്ലാഡിങ് കണ്ടിന്യൂ ചെയ്ത് വീൽ ആർസിലേക്ക് വന്നു. ഇനി അത് ഡോർ ക്ലാഡിങ്ങും ഉണ്ട്. ഡോർ ക്ലാഡിങ് ബോഡി കളറാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് ബോർഡിൻ്റെ സൈഡിലായിട്ട് ആ ക്ലാഡിങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഹാൻഡിൽ സൈഡിലേക്ക് വരുമ്പം ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. റിക്കൽ സെൻസർ ഹാൻഡിലുണ്ട്. മിററിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ഫിനിഷ് ആണ്. ഇൻറ്റിഗ്രേറ്റർ ആയിട്ട് ടേണിംഗ് ഇൻഡിക്കേറ്റർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റൂഫിലേക്ക് വരികയാണെങ്കിൽ ഒരു റൂഫ് റെയിൽ അലുമിനിയം ഫിനിഷിൽ കാണാം. നമുക്ക് അത്യാവശ്യം രസകരമായ ബോഡി സ്ട്രക്ചറിന് കുറച്ചുകൂടെ മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ബെൽറ്റ് ലൈൻ ക്രോം കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ വീലിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്ക് ആണെങ്കിൽ ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ട് ഹോണ്ടയുടെ ലോഗോ കാണാം. വൈപ്പർ, ഡീഫോഗർ, ഷാർക്ക് ഫിൻ ആൻഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റർ സ്പോയിലർ രീതിയിലൊരു ചെറിയൊരു സ്പോയിലർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ക്യാമറ യൂണിറ്റ് ഇവിടെ കാണാം. എലിവേറ്റ് ബാഡ്ജിങ്, IV ടെക് ബാഡ്ജിങ്. അതുപോലെ തന്നെ ലോവർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ബ്ലാക്ക് ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് നമ്മുടെ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഒരു സ്കിറ്റ് പ്ലേറ്റ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബാക്കിൽ കാണുന്നത്. പിന്നെ ബൂട്ടിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബൂട്ട്, ഒരു 400 അപ്പോൾ സ്പേസ് ഉള്ള ഒരു ബൂട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീൽ നമുക്ക് അടിയിൽ കാണാം. 16 ഇഞ്ചാണ് വീൽ സൈസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. തൊട്ട് താഴെയുള്ള വേരിയൻ്റ് എടുക്കുന്ന കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും. 215/60/16 ടയർ പ്രൊഫൈൽ വരുന്നത്. ഇനി സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 60/40 ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു പാഴ്സൽ ട്രെയിൻ കാണാം. പാഴ്സൽ ട്രെയിൻ നമുക്ക് ബുക്ക് ഇതാ ഈ രീതിയിൽ കിട്ടും. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലെ കാഴ്ചകൾ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഇൻറ്റീരിയർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിലും ജസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷൻ എന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞുമാണ്. ഡോർപാടൊക്കെ ഉണ്ടല്ലോ, ഡോർപാടൊക്കെ കണ്ടാൽ അതെന്തുപോലെ തോന്നുന്നു? എനിക്ക് ഏതെങ്കിലും വണ്ടിയായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? ഒരു ഫീലുണ്ട് അല്ലേ കാഴ്ചയിൽ, ചെറിയൊരു ഫീലുണ്ട്. ആ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ആ ഒരു ഫീൽ കണ്ടത് തോന്നിയത്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മിറർ കൺട്രോൾ, പവർ വിൻഡോ കൺട്രോൾസ്, പവർ വിൻഡോ ലോക്ക്, ഡോർ ലോക്ക് അൺലോക്കും ഇവിടെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടല്ലോ, ഇത്രയും ഫംഗ്ഷൻസ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം രസകരമായ സീറ്റാണ്, ഇരിക്കാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം ബോസ്റ്റേഴ്സും അതുപോലെ ഹെഡ് റെസ്റ്റ് കാണാൻ അടിപൊളി, ഒരു പ്രീമിയം ഫീൽ കൊടുക്കുന്ന രീതിയിലാണ് ത്രൂ ഔട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റിയറിംഗിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റിയറിംഗ് ആണ്. പാഡർ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ അഡാസുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾസ് ആണ് ത്രൂ ഔട്ട് ഈ ഒരു റൈറ്റ് സൈഡിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ക്ലസ്റ്റർ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ഉണ്ട്, വൈപ്പറിൽ ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ ഇല്ല, നോർമൽ വൈപ്പറാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു
ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മാക്സ് കൂൾ AC നമുക്ക് ഓഫ് ചെയ്ത് തരാം തൽക്കാലം. ഇതാണ് ക്ലസ്റ്റർ വരുന്നത്. ക്ലസ്റ്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം എല്ലാ ഇൻഫർമേഷനും നമുക്ക് ക്ലസ്റ്ററിൽ നിന്ന് അറിയാൻ പറ്റും. ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനായിട്ട് താണ്ട ഈ ഒരു ഏരിയ നമുക്ക് ഉപയോഗിക്കാം. കീ ഉപയോഗിച്ചിട്ടുള്ള ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ ഈസി ഓപ്പറേഷൻസ് ആണ്. ഈ ഒരു സ്വിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലസ്റ്ററിൻ്റെ. ഇനി നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വരും 10.2 ഹൈറ്റ് വരുന്ന ബിഗ്ഗർ, അത്യാവശ്യം ആവശ്യത്തിന് വലുപ്പമുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാം. ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം വണ്ടിയിൽ വരുന്നുണ്ട്. റിയർ ക്യാമറ വ്യൂ ആണെങ്കിൽ നമുക്ക് ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ട് ഗൈഡ് ലൈൻ ഓഫ് ചെയ്യാം. റിയർ ക്യാമറ വ്യൂ ആണ്, ലൈവ് വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൻ്റെ സ്ക്രീനും അതെന്താണ്, ഇതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ വരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. AC വെൻറ്റ്, AC കൺട്രോൾ പാനൽ, മാക്സ് കൂൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷനാണ്. പെട്ടെന്ന് നമ്മൾ പുറത്തു നിന്നൊക്കെ വന്ന് പെട്ടെന്ന് വണ്ടി ഓണാക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യാം. പക്ഷേ അഡീഷണൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത് നമുക്ക് ഈ ഒരു വണ്ടി ലോക്കാണ് എങ്കിൽ ഈ ഒരു ബട്ടണിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ AC ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. നമ്മൾ പെട്ടെന്ന് വരുമ്പം വണ്ടി ഒന്ന് കൂളായിട്ടിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു വയർലെസ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, പിന്നെ 2 A പോർട്ട് USB വരുന്നുണ്ട്. ഇത് വയർലെസ് ചാർജ് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡർ. ഇതാണ് ഗിയർ ലിവർ വരുന്നത്. ഗിയർ ലിവർ നമുക്ക് പാർക്കിങ് നമ്മൾ ഈ ഒരു ബട്ടൺ പുഷ് ചെയ്താൽ റിവേഴ്സിലേക്കോ ന്യൂട്രലിലേക്കോ പോകത്തുള്ളൂ. കാണിച്ചു തരാം. റിവേഴ്സ് വന്നു. ന്യൂട്രലിലേക്ക് വരാനായിട്ട് ഈ ബട്ടൺ പുഷ് ചെയ്യേണ്ട കാര്യമില്ല. ന്യൂട്രലിലേക്ക് വന്നു. ഡ്രൈവിലേക്ക് വരാനും പുഷ് ചെയ്യേണ്ട. സ്പോർട്സിലേക്ക് വരണമെങ്കിൽ പുഷ് ചെയ്യേണ്ടി വരും കേട്ടോ. സ്പോർട്സിൽ നിന്ന് റിലീസ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യേണ്ട. ന്യൂട്രലിലേക്ക് വരാൻ പുഷ് ചെയ്യേണ്ട. പക്ഷേ ഇത് ന്യൂട്രലിലേക്ക് റിവേഴ്സിലേക്ക് ഇനി പോകണമെങ്കിൽ ഈ വട്ടം പുഷ് ചെയ്താലേ റിവേഴ്സിലേക്ക് പോകുള്ളൂ. നമുക്ക് പാർക്ക് ചെയ്യണം. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ആണ്. ഈ ഒരു ഏരിയ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് തന്നെ പറയാം. പാസഞ്ചർ സീറ്റും നമ്മൾ ഡ്രൈവർ സീറ്റ് കണ്ടുപോലെ തന്നെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതാണ്ട് ഗ്ലൗ ബോക്സിനകത്ത് അത്യാവശ്യം ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം ഒരു പ്രീമിയം ഫീൽ കൊടുക്കുന്നുണ്ട്. ഒരു SUV സ്ട്രക്ചർ, ഒരു സ്ട്രേറ്റ് സ്ട്രക്ചർ എന്ന് പറയാം. ഈ ഒരു സൺറൂഫ്, വലിയ സൺറൂഫ് അല്ലെങ്കിലും സൺറൂഫ് എന്നുള്ള ഒരു ആവശ്യം നിറവേറ്റാൻ തീർച്ചയായിട്ടും ഈ ഒരു ഇത്രയും കാര്യങ്ങൾ മതിയാവും. ഈ ഒരു വളരെ സ്ലീക്കായിട്ടുള്ള മിറർ രസമുണ്ട്. ഈ മിറർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഗ്രാബ് ഹാൻഡിൽസ് ഈവൻ ഡ്രൈവർ സൈഡിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. മിറർ ഉൾപ്പെടെയുള്ള സൺ ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്വിച്ച് ഉണ്ടോ? സ്വിച്ച് ഇല്ല. ഓക്കെ, മിറർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഇല്ല, ലൈറ്റ് ഓപ്ഷൻ വരുന്നില്ല. മിറർ ഇവിടെ നമുക്ക് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സൺ റൂഫിൻ്റെ കൺട്രോൾസ്, ലൈറ്റ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത്. എല്ലാ LED ലൈറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. കണ്ട. ഓക്കെ, നമുക്ക് ബാക്കിലൂടെ നോക്കാം. ഇതാണ് നമ്മുടെ ബാക്കിലുള്ള സ്പേസ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പഴയ ആദ്യം ഇറങ്ങിയ വണ്ടിയിൽ 3 ഹെഡ് റെസ്റ്റ് ഇല്ലായിരുന്നു, 2 ഹെഡ് റെസ്റ്റുകളായിരുന്നു. ഇപ്പോൾ 3 ഹെഡ് റെസ്റ്റ് ഉണ്ട്, ആം റെസ്റ്റ് ഉണ്ട്, ഫോൾഡബിൾ ആണ്. ഈ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ ഒരു പ്രീമിയം ഫീൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. ഇഷ്ടംപോലെ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്, ലെഗ് റൂം ധാരാളമായിട്ടുണ്ട്. ബാക്കിൽ AC വെൻറ്റ്, പിന്നെ 12 വോൾട്ട് ചാർജിങ് സോക്കറ്റാണ്. ഇവിടെ നമുക്ക് A പോർട്ട് ചാർജിങ് സോക്കറ്റ് ഒന്നും വരുന്നില്ല. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ആയിരുന്നു. നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം സേഫ്റ്റി സൈഡാണ്. എന്ന് വെച്ചാൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു അടിപൊളി ഫാമിലി കാർ തന്നെയാണ് കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഹോണ്ട എലിവേറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ പ്രൈസ് അറിയണ്ടേ? പ്രൈസ് പറയാം. നമുക്ക് ഏകദേശം ഒരു 14.5 തൊട്ട് 21 ലക്ഷം രൂപയ്ക്കകത്തുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് CVT ഉൾപ്പെടെയുള്ള വേരിയൻറ്റ് വരുന്നത്. ഇനി നിങ്ങൾക്ക് CVT ആണ് താല്പര്യം, നമ്മൾ CVT ആണ് ഓടിച്ചുകൊണ്ടിരുന്നത്, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയുള്ള വേരിയൻ്റാണ് താല്പര്യം, തീർച്ചയായിട്ടും ഒരു 16 ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് എത്ര രൂപ വേണ്ടി വരും? 16 ലക്ഷം ആണെങ്കിൽ ഒരു 1,60,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ തന്നെ എടുക്കാം. 2 ലക്ഷം രൂപയൊക്കെ കീപ്പ് ചെയ്യാം. മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് EMI അത്രയും കുറച്ച് കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ഡീൽ എന്ന് പറയുന്നത്. കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പം എലിവേറ്റ് അത്യാവശ്യം നല്ലൊരു വണ്ടിയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ വണ്ടി കമ്പനി തന്നുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. രസകരമാണ് ഓടിക്കാൻ, അത്യാവശ്യം സ്ട്രോങ് ആണ്, ബോൾഡ് ഫീലുണ്ട്, റിലയബിൾ ആണ്, റീസെയിൽ വാല്യൂ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ.